ജെയ്സൺ ചാമളപ്പിൽ ഉത്തരക്കടലാസ് കാണാതായ വിഷയമാണ്. അതിൽ 71 ഉത്തരക്കടലാസുകൾ കാണാതായതോടുകൂടി ആ ഒരു കോഴ്സിന്റെ തന്നെ റിസൾട്ട് അനിശ്ചിതത്വത്തിലായി നിൽക്കുകയാണ്. പല കുട്ടികളും വിദേശത്ത് വിസയൊക്കെ കിട്ടി വർക്ക് വിസയിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനായി നിൽക്കുന്ന സാഹചര്യവുമാണ്. ഇതിലെല്ലാം ഇടപെടൽ ഉണ്ടാകുമെന്നാണോ മന്ത്രി പറയുന്നത്? തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ്. ഇതിൽ പല സംശയങ്ങളുമുണ്ട്. ഈ അധ്യാപകനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ അതിനോട് പരസ്യമായൊരു പ്രതികരണത്തിന് താൻ തയ്യാറല്ല എന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ അധ്യാപകനുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചന കൂടി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അധ്യാപകനോട് പലതവണ ഈ കാര്യം വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. പക്ഷേ അധ്യാപകൻ പല ഘട്ടങ്ങളിൽ ഒഴിഞ്ഞു മാറി. ഇത്തരത്തിൽ ഒരു അട്ടിമറി പോലും സംശയിക്കാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെ താറടിച്ച് കാണിക്കാൻ, അതിനെ മോശമായി കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് പോലും സംശയം പ്രകടിപ്പിക്കുകയാണ് മന്ത്രി. ഏതായാലും അതീവ ഗുരുതരമായൊരു സംഭവമാണ്. പോലീസിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം ഉണ്ടാകും. ഏതെല്ലാം രീതിയിലാണ് ഈ കാര്യങ്ങൾ നടന്നത്, എന്താണ് ഇതിന് പിന്നിലുള്ള ഉദ്ദേശം നടക്കാനുള്ള കാര്യങ്ങൾ സമഗ്രമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരിക്കുന്നത്. സുജയ.